നമസ്കാരം. 1201 ചിങ്ങമാസം 1 മുതൽ 1201 കർക്കിടക മാസം 31 വരെ, അതായത് 2025 ഓഗസ്റ്റ് 17 മുതൽ 2026 ഓഗസ്റ്റ് 16 വരെയുള്ള ഒരു വർഷക്കാലത്തെ ചിങ്ങമാസ ഫലമാണ് നമ്മളിവിടെ പറയുന്നത്. കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം അവസാനത്തെ പാദവും ചതയം പുരോരുട്ടാതി ആദ്യ 3 പാദവും ചേരുന്ന കുംഭം രാശിക്കാർക്ക് 2025 ഒക്ടോബർ 18 വരെ വ്യാഴം നിങ്ങൾക്ക് 5-ലും ശേഷം 6-ലേക്കും, ഡിസംബർ 5 മുതൽ 5-ലും, 2026 ജൂൺ 2 മുതൽ 6-ലും, ശനി 2-ലും, രാഹു ജന്മത്തിലും, കേതു 7-ലും ആകയാൽ ദോഷാധിക്യമുള്ള കാലം തന്നെയാണ്. 7ര ശനിയുടെ അവസാന കാലഘട്ടവും ശനി നിങ്ങൾക്ക് ദോഷാധിക്യവുമുള്ളതിനാൽ ആരോഗ്യസ്ഥിതി മോശമായിരിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് വീണ്ടും നിങ്ങൾ അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വരാം. വാഹന അപകടങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ഈശ്വരാരാധനയും ഈശ്വരാധീനവും നല്ലതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ കുറെ കാലമായിട്ട് ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ട് നിങ്ങൾ ഈശ്വരനെ ഒന്നും വിചാരിക്കാതെ ഈശ്വരാരാധനയൊന്നും ഇല്ലാതെ വളരെയേറെ ദേഷ്യത്തിലൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും. കാരണം ശനി പോകുന്ന പോക്കാണ്, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരാൻ പോവുകയാണ്. പ്രത്യേകം എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ദുർവ്യയം, ധനം ധാരാളം ചെലവഴിക്കുകയും അതുമൂലം സാമ്പത്തിക ബാധ്യതകളൊക്കെ വന്നു ചേരാം. സുഹൃത്തുക്കളുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കലാകായിക രംഗത്തുള്ളവർക്ക് പലവിധ പരാജയങ്ങളും വന്നു ചേരുന്നതാണ്. വ്യാപാരത്തിലെ വർധനവുണ്ടാകുമെങ്കിലും ധനാഗമനം വന്നു ചേരാൻ ബുദ്ധിമുട്ടാണ്. വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ബന്ധം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പലവിധ പ്രതിബന്ധങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരാം. ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് സാമ്പത്തിക ഉയർച്ചയും അതുപോലെ തന്നെ സ്ഥലമാറ്റം, സ്ഥാനഭ്രംശം ഇവയൊക്കെ വന്നു ഭവിക്കുന്നുണ്ട്. സാമ്പത്തിക വിഷമതകൾ ഈ വർഷം മധ്യത്തോടു കൂടി കൂടുതലായിട്ട് വന്നു ചേരുന്നതിനാൽ നിങ്ങൾ സാമ്പത്തിക വ്യയം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പണം കടം കൊടുക്കല്, വാങ്ങലുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ വർഷാവസാനത്തോടു കൂടി വീണ്ടും നിങ്ങൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് കൂപ്പുകുത്താം. കുടുംബത്തിൽ അന്തഛിദ്രവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാകാം. വ്യവഹാരം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ കേസുകൾ കൊടുക്കുകയോ കേസിൽ അകപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യവഹാരമൊക്കെ നീണ്ടുപോകാം. വർഷാവസാനം ബന്ധുഗുണമൊക്കെ വന്നു ചേരാം. കർമ്മത്തിൽ കാര്യവിജയം ഉണ്ടാകാനായിട്ട് ഈശ്വരാരാധന തന്നെ നിങ്ങൾക്ക് മാർഗമുള്ളൂ. പരിഹാരമായിട്ട് ശനിയാഴ്ച വ്രതം, വിഷ്ണു സഹസ്രനാമ പാരായണം, വ്യാഴാഴ്ച ദിവസം വിഷ്ണുവിന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, 3 നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന വ്യാഴകാലഹോരയിൽ ഭാഗ്യസൂക്തം പാരായണം ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് ഈശ്വരാധീനം വർദ്ധിക്കാനായിട്ട് ഉത്തമമായിരിക്കും.